ശ്രീ വി ആർ നാലാമത് കേരള സംസ്ഥാന കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. ഇപ്പോൾ വേദിയിലേക്ക് പ്രമുഖർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവിനായുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആ സമാപന വേദി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 5000-ലേറെ കസേരകൾ അവിടെയുണ്ട്. അത് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഉച്ചയോടെ തന്നെ അവിടെ ആളുകൾ ഇടം പിടിച്ചിരുന്നു എന്നതാണ്. അതിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചടങ്ങിന് തുടക്കമാവുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് അവർകളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രതിപക്ഷ നേതാവാണ് പ്രജിൻ സി കണ്ണൻ കൂടിയുണ്ട്. പ്രജിൻ, അങ്ങനെ പ്രതിപക്ഷ നേതാവും എത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ വേഗം തന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണല്ലേ? സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശൂർ ജില്ലയിൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട തൃശൂരുടെ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS അവരെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 64ാം കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിന് തുടക്കമായിരിക്കുന്നു. ഔപചാരിക ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വിശിഷ്ട വ്യക്തികളും വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശനൊപ്പം തന്നെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എല്ലാവരും കാത്തിരുന്നത് മോഹൻലാലിനെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ ഇരിപ്പിടങ്ങളിൽ ഇടം പിടിച്ച ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ മോഹൻലാൽ എത്തിയിട്ടുണ്ട്. വിശിഷ്ടാതിഥിയായി ഈ സ്വർണ്ണക്കപ്പടക്കം കൈമാറുന്നത് മോഹൻലാലാണ്. ഒപ്പം തന്നെ മന്ത്രിമാരായ V ശിവൻകുട്ടി, K രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ, ഒപ്പം തന്നെ ഡോക്ടർ R ബിന്ദു, മറ്റ് ജനപ്രതിനിധികളെല്ലാം എത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ NSK ഉമേഷ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിന്റെ കലക്ടർ അർജുൻ പാണ്ഡ്യൻ, ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം എല്ലാ മുഖ്യ വിശിഷ്ടാതിഥികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വലിയ സദസ്സ് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കാൻ സമയമാവുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ സ്വർണ്ണക്കപ്പ് കണ്ണൂർ ജില്ല ടീം ഏറ്റുവാങ്ങുന്നത് കാണാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ വലിയ പോരാട്ടം നടന്നു. 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ ഉണ്ടായത്. അതിൽ 1023 പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത്. അത് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകൾ ഈ പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സൂര്യകാന്തി സദസ്സിൽ ഏതാണ്ട് 5000-ലധികം ആളുകൾ ഇപ്പോൾ ഉണ്ട്. അതിന് പുറത്ത് ഈ അകത്ത് കടക്കാൻ കഴിയാത്ത ആൾക്കാർ 1000-ഓളം വരും. അവർ ഈ തേക്കിൻകാട് മൈതാനിയിൽ അവിടങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ നേരിൽ കാണുക എന്ന ആഗ്രഹം പലരും നേരത്തെ നമ്മൾ പങ്കുവച്ചു. മോഹൻലാൽ എന്താണ് സംസാരിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ അവർക്കെല്ലാം ഉണ്ട്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അതിലെല്ലാം ഉപരി ഈ കുട്ടി പ്രതിഭകൾ കഴിഞ്ഞ 5 ദിനരാത്രങ്ങളിലായി തൃശ്ശൂർ പൂര നഗരിക്ക് സമ്മാനിച്ച വിസ്മയ പ്രകടനങ്ങൾ, അതെല്ലാം ഓർത്തെടുക്കാൻ ഒരുപാട് പേർ ഇവിടെയുണ്ട്. കുറച്ച് സമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു അമ്മ പറഞ്ഞത് ഇന്ന് അവധി ആയതുകൊണ്ട് രാവിലെ തന്നെ വീട് വിട്ടിറങ്ങി. കാരണം ഇവിടെ വരിക, ഓരോ വേദികളിലും പോവുക, കലാമത്സരങ്ങൾ ആസ്വദിക്കുക, കുട്ടികളെ കാണുക എന്നൊക്കെയായിരുന്നു. അതെല്ലാം കണ്ട് ഇനിയിപ്പോൾ മോഹൻലാലിനെയും കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഒരു മത്സരമേള എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഉത്സവമാക്കി മാറ്റുകയാണ് കേരളത്തിലെ ജനങ്ങൾ. തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, ഏതാണ്ട് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഇതിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെല്ലാം നമ്മളോട് വന്ന് പറയുന്നത് ആ സ്നേഹം തന്നെയാണ്. ഇതിനുവേണ്ടി മാത്രം കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ വന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ, കുട്ടി പ്രതിഭകളുടെ വിസ്മയ പ്രകടനം കണ്ട് ആസ്വദിക്കാൻ എന്ന കാര്യം അവർ മറച്ചുവെക്കുന്നില്ല. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 24-ന്റെ പവനിൽ വന്നപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ഉദ്യമമുണ്ട്, ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, 5 ദിവസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടത്തുകാരനല്ല, കേരളത്തിലുള്ള ആളല്ല, പുറത്താണ്. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ തന്റെ പാരന്റ്സ് ഒക്കെ വലിയ അത്ഭുതപ്പെട്ടു. ഇതിൽ മാത്രം എന്താണ് ഇത്ര വലിയ കാര്യം, അത് കുട്ടികളുടെ ഒരു പ്രകടനമല്ലേ എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇത് ഏഷ്യയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കമാണ്, ഇത് നേരിൽ കാണണം. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ ആ രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി മാറുകയാണ് സ്കൂൾ കലോത്സവം എന്നുള്ളതാണ്. ഇതിന്റെ സംഘാടന രീതി 64 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നൊരു സത്യാവസ്ഥയുണ്ട്. മാത്രമല്ല ചരിത്ര പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതായത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വയ്യായികയുള്ള കുട്ടിക്ക് ഓൺലൈനായി കലോത്സവത്തിൽ പങ്കെടുക്കാൻ
അവസരമൊരുക്കുന്ന ഒരു കലോത്സവമായി 64ാം കേരള സ്കൂൾ കലോത്സവം മാറി എന്നുള്ളതാണ്. കാസർഗോഡുകാരിയായ സിയ ഫാത്തിമയ്ക്കാണ് അങ്ങനെ ആ രീതിയിൽ ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ ചരിത്രപരമായ തീരുമാനങ്ങളൊക്കെ എടുത്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സർക്കാരും ഈ കലാമേളയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ സമാപന ചടങ്ങാണ്. ഒരു പൂരം കൊട്ടി ഇറങ്ങുന്നത് പോലെ, കലാശക്കൊട്ട് പൂർത്തിയാവുന്നത് പോലെ ഇപ്പോൾ അതിന്റെ ആ മണിക്കൂറുകളിലേക്ക്, ആ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ സാക്ഷ്യം വഹിക്കാൻ 5000-ലധികം ആളുകൾ ഈ പ്രധാന വേദിയിലെ സദസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ടെലിവിഷനിലൂടെ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് തത്സമയം വീക്ഷിക്കുന്നുമുണ്ട്. അനുജ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. സമാപന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രമുഖർ എല്ലാവരും വേദിയിൽ എത്തിയിട്ടുണ്ട്. മോഹൻലാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മന്ത്രിമാർ, MLA മാർ എല്ലാവരും എത്തിയിട്ടുണ്ട്. MP യെ കാണുന്നില്ല. ഒപ്പം തന്നെ ഈ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സദസ്സ് നിറഞ്ഞ് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ, ഉച്ചയോടെ തന്നെ കസേരകളിൽ മുഴുവൻ ആളുകൾ ഇടം പിടിച്ചു. എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ല ഇത്തവണ കപ്പ് അടിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം തൃശ്ശൂരും കണ്ണൂരും ചേർന്നുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം, വലിയ മത്സരമായിരുന്നു. അതിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണ്ണക്കപ്പ് നഷ്ടമാകുന്ന കാഴ്ച കണ്ടു. തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ. ഇത്തവണ കണ്ണൂർ കണക്ക് തീർത്തിരിക്കുന്നു. കണ്ണൂരിന് കപ്പടിച്ചിരിക്കുകയാണ്. നേരിയ വ്യത്യാസമാണ് പോയിന്റ് നിലയിലുള്ളത്. പക്ഷേ ആതിഥേയ ജില്ലയെ 2ാം സ്ഥാനത്തേക്ക് ആക്കി കണ്ണൂർ കപ്പ് അടിച്ചിരിക്കുന്നു എന്നുണ്ട്. ഒപ്പം കോഴിക്കോടും പാലക്കാടും ഒക്കെ തൊട്ട് പിന്നിൽ ഉണ്ട്. ഇപ്പോൾ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ്. ഉത്തരവാദിത്ത കലോത്സവം എന്ന തരത്തിലേക്കൊക്കെ സന്ദേശം നൽകിയ പ്രത്യേകത കൂടിയുണ്ട് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉടനീളമുള്ള സാന്നിധ്യമാണ്. എല്ലാ ദിവസവും അദ്ദേഹം അവിടെ എത്തുകയും മേൽനോട്ടം നടത്തുകയും ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇപ്പോഴും ആ വേദിയിൽ കാണാൻ കഴിയുന്നുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു സാന്നിധ്യം തന്നെയായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാറുകയാണ്. ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരുണ്ട്. AK ശശീന്ദ്രൻ, മന്ത്രി കെ രാജൻ, ഡോക്ടർ ബിന്ദു എന്നിവർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ സംസാരിക്കും. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. പിന്നീടാകും കണ്ണൂരിന് കപ്പ് സമ്മാനിക്കുന്നത്. പിന്നീട് ഈ ചടങ്ങിന് ശേഷം 24ന്റെ പവലിയനിലേക്ക് ജേതാക്കളെ കൊണ്ടുവരികയും 24ന്റെ ഒരു കപ്പ് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം തത്സമയം തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യും എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്കൂളുകളുടെ കാര്യത്തിൽ ആലത്തൂർ ഗുരുകുലം സ്കൂൾ ഇത്തവണയും തുടർച്ചയായ 13ാം തവണയാണ് ഗുരുകുലം സ്കൂൾ സ്കൂളുകളിൽ മുന്നിൽ എത്തുന്നത്. ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഗുരുകുലം തന്നെയാണ് മുന്നിൽ. 238 പോയിന്റാണ് ഗുരുകുലത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും എടുത്തു പറയേണ്ടുന്ന മറ്റൊരു നേട്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.